ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ലാസ്റ്റ് പോർഷനിലോട്ടാണ് നമ്മൾ പോകുന്നത്. മെറ്റൽ ഏജ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമ്മുടെ ചാനലിൽ കയറി നോക്കുന്ന ഒരു വീഡിയോസൊക്കെ കാണുന്നവർ ജസ്റ്റ് നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലോ എന്തൊക്കെ ഞാൻ ഇമ്പ്രൂവ് ചെയ്യണം, കുറച്ചുകൂടെ നിങ്ങൾക്ക് എന്തൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരണം, ആ പോർഷൻസൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുന്നത് കൂടെ നല്ലതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണണേ എല്ലാ കുട്ടികളും. അപ്പോൾ നമുക്ക് മെറ്റൽ ഏജിലോട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് പോകാം. മെറ്റൽ ഏജ് എന്ന് പറയുന്നത് ബിഗാൻ ചെയ്തത് ഹ്യൂമൻസ് എപ്പോഴാണോ മെറ്റൽസ് ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയത് ആ ഒരു കാലഘട്ടമാണ് ശരിക്കും നമ്മൾ മെറ്റൽ ഏജ് എന്ന് പറയുന്നത്. എപ്പോഴാണോ മനുഷ്യർ, നമ്മൾ നേരത്തെ പറഞ്ഞ അവർ കല്ലുകളാണ് ഉപയോഗിച്ചിരുന്നത്, അപ്പോൾ കല്ലുകളുടെ ഉപയോഗം നിർത്തി എപ്പോഴാണോ അവർ മെറ്റൽസ് ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയത് ആ കാലഘട്ടത്തിനെയാണ് നമ്മൾ മെറ്റൽ ഏജ് എന്ന് പറയുന്നത്. ഈ ഒരു ഏജ് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ക്ലിയർലി നമുക്ക് കാണാൻ പറ്റും അവർക്ക് ടെക്നോളജിയുടെ ഉപയോഗം വളരെയധികം വർദ്ധിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ടെക്നോളജിക്കലായിട്ടുള്ള പല പല കാര്യങ്ങൾ അല്ലെങ്കിൽ ടെക്നോളജിക്ക് അവർ വളരെ പ്രാധാന്യം കൊടുത്ത് കുറേ രീതിയിലുള്ള സാധനങ്ങളൊക്കെ അവരെന്ത് ചെയ്യുന്നുണ്ട് നിർമ്മിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ടെക്നോളജിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നൊരു കാലഘട്ടമാണ് മെറ്റൽ ഏജ് എന്ന് പറയുന്നത്. ആദ്യമായിട്ട് അവർ ഉപയോഗിച്ച മെറ്റൽ എന്ന് പറയുന്നത് കോപ്പറാണ്. ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക, ചിലപ്പോൾ വൺ വേർഡ് വല്ലതും ചോദിക്കും. ആദ്യമായിട്ട് മനുഷ്യൻ ഉപയോഗിച്ചിരുന്ന മെറ്റൽ ഏതാണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരാം. കോപ്പറാണ്. ഈ ഒരു പീരീഡിൽ ഹ്യൂമൻസ് അതുപോലെ തന്നെ എങ്ങനെയാണ് റോ ആയിട്ടുള്ള കോപ്പറിനെ വെപ്പൺസ് ആയിട്ടും ടൂൾസ് ആയിട്ടും എങ്ങനെ കൺവേർട്ട് ചെയ്യാം, എങ്ങനെ മാറ്റാം എന്നുള്ളതിനെ പറ്റിയിട്ട് അവർ ഒരു ടെക്നിക്ക് കണ്ടുപിടിച്ചു. ആ ടെക്നിക്ക് കണ്ടുപിടിച്ച കാലഘട്ടം എന്ന് പറയുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. ഈ ഒരു മെറ്റൽ ഏജിൻ്റെ കാലഘട്ടത്തിലാണ് അവർ എന്ത് ചെയ്തത്, റോ ആയിട്ടുള്ള കോപ്പറിനെ വെപ്പൺസും ടൂൾസും ആക്കാൻ പറ്റും, കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും, അതിനൊരു ടെക്നിക്ക് ഉണ്ടെന്ന് പറഞ്ഞവരെ ടെക്നിക്ക് കണ്ടുപിടിച്ച കാലഘട്ടമാണ് ഈ ഒരു മെറ്റൽ ഏജ് എന്ന് പറയുന്നത്. അതുമാത്രമല്ല, കോപ്പറിൻ്റെ പ്രസൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ നേരത്തെ പണ്ട് കാലത്തുള്ള പല പല ഗ്രാമങ്ങളിലും എന്ത് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആർക്കിയോളജിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരും ചരിത്രത്തിനെ പറ്റി പഠിക്കുന്ന ആൾക്കാരൊക്കെ അവർ നിരീക്ഷിച്ചപ്പം കോപ്പറിൻ്റെ പ്രസൻസ് പഴയ കാലത്തെ ഒരു കുറച്ച് ഗ്രാമങ്ങളിൽ അവർ എന്ത് ചെയ്തു കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് മനസ്സിലായി അവർ കോപ്പർ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് എന്ത് ചെയ്തു, അങ്ങനെ മനസ്സിലായി. ഏതൊക്കെ സ്ഥലങ്ങളിലാണ്, കാറ്റൽ ഹൈക്ക് ടർക്കിയിൽ, ഇതിൻ്റെ നോർത്താണ് സിറിയ, ഇറാൻ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്തു അവർക്ക് മനസ്സിലായി. ഈ സ്ഥലങ്ങളിലൊക്കെ അവർ നിരീക്ഷിച്ചപ്പോൾ മനസ്സിലായി അവിടുത്തെ ആൾക്കാരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പഴയ ഗ്രാമങ്ങളിൽ താമസിച്ചിരുന്നവർ കോപ്പർ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 7000 BC കാലഘട്ടത്തിലാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതായത് ഈ കോപ്പറൊക്കെ കണ്ടുപിടിച്ചത് 7000 BC കാലഘട്ടത്തിലാണ്. അപ്പോൾ ഇത്രയാണ് മെറ്റൽ ഏജിനെ പറ്റിയിട്ട് മെയിനായിട്ട് പറയുന്നത്. ഇപ്പോൾ അടുത്ത പേജിലോട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോപ്പർ ടൂൾസിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്ത് നോക്കുക. മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. അടുത്ത ഏജാണ് ചാൽക്കോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. മെറ്റൽ ഏജ് കഴിഞ്ഞു, അടുത്ത ഏജാണ് ചാൽക്കോലിത്തിക് ഏജ്. നമ്മളിപ്പോൾ സ്റ്റോൺ ഏജിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ പഠിച്ചു, അത് മാത്രമല്ല മെറ്റൽ ഏജിനെ പറ്റി പഠിച്ചു. അപ്പം നമ്മൾ പറഞ്ഞു കോപ്പർ ടൂൾസ് ഉപയോഗിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഹ്യൂമൻസ് എന്ത് ചെയ്തിട്ടില്ല, സ്റ്റോണിൻ്റെ ഉപയോഗം നിർത്തിയിട്ടില്ല. കോപ്പറിനോടൊപ്പം തന്നെ അവരെന്തും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, സ്റ്റോൺസും ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ കോപ്പർ ഉപയോഗിച്ചിരിക്കുന്നതിൻ്റെ കൂടെ തന്നെ അവർ സ്റ്റോൺസും ഉപയോഗിച്ചു. സ്റ്റോൺസിനെ അപ്പാടെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല, രണ്ടുകൂടായിരുന്നു അവർ ഉപയോഗിക്കുന്നത്. ഈ ഒരു പീരീഡിൽ കോപ്പർ ടൂൾസിൻ്റെ കൂടെ തന്നെ അവർ എന്തുകൂടെ ഉപയോഗിക്കും, സ്റ്റോൺ ടൂൾസ് കൂടെ ഉപയോഗിക്കുമായിരുന്നു. ഈ ഒരു പീരീഡിനെയാണ് നമ്മൾ ചാൽക്കോലിത്തിക് ഏജ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ചാൽക്കോലിത്തിക് ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പർ ടൂൾസിൻ്റെ കൂടെ തന്നെ സ്റ്റോൺ ടൂൾസ് കൂടെ എന്ത് ചെയ്തു, പ്രിമിറ്റീവ് ഹ്യൂമൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. അതിനാണ് നമ്മൾ ചാൽക്കോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. ഇന്ത്യയിലും ചാൽക്കോലിത്തിക് ആയിട്ടുള്ള ഒരു ഏജ്, അതായത് ഇവിടുത്തെ ആൾക്കാരും എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് രണ്ടും കൂടെ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് കാണിക്കാനായിട്ട് പല തെളിവുകളും നമുക്ക് ഇവിടെ ഉണ്ട്. മെയിനായിട്ടുള്ളത് രാജസ്ഥാനിലും മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലും ഒക്കെയാണ് അതിൻ്റെ തെളിവുകൾ വരുന്നത്. സോ ചാൽക്കോലിത്തിക് ഏജ് എന്തോ എന്നുള്ളത് മനസ്സിലായെന്ന് വിശ്വസിക്കാം. ഇപ്പോൾ അടുത്ത അതിൻ്റെ താഴോട്ട് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മഹാരാഷ്ട്രയിലെയും ഒക്കെ കുറച്ച് റിമെയിൻസ് ഒക്കെ തന്നിട്ടുണ്ട്. ജസ്റ്റ് ആ ഒരു ഇമേജ് ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വിട്ടാൽ മതി. അടുത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ബ്രോൺസ് ഏജ് എന്തുവാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്കൊരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് ബ്രോൺസ് ഏജിൻ്റെനകത്ത്. ഇതിനകത്ത് ഹ്യൂമൻ്റെ എൻട്രിയാണ്, അർബൻ ജീവിതത്തിലോട്ട് മനുഷ്യൻ കാലെടുത്ത് വെച്ചതിനെ പറ്റിയിട്ട് ചെറിയൊരു കവർ ലെറ്ററാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അർബൻ ജീവിതത്തിലേക്ക്, ഗ്രാമജീവിതം കഴിഞ്ഞു മനുഷ്യൻ എന്താണ് നഗര ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചതിൻ്റെ ഒരു ചെറിയൊരു പേപ്പറിനകത്ത് കുറച്ച് റൈറ്റിങ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അർബനൈസേഷൻ, നഗരവൽക്കരണം എന്ന് പറയുന്നത് തുടങ്ങിയത് എപ്പോഴാണ്, കൂടുതലായിട്ടും ആൾക്കാർ ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾ, അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോണേ. എപ്പോഴാണ് അർബനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തതെന്നൊരു ക്വസ്റ്റ്യൻ വരും. അപ്പോൾ അർബനൈസേഷൻ എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്തത് ഒരു റീജിയൺ, ആ റീജിയണിൽ താമസിക്കുന്ന ആൾക്കാരെല്ലാം കൂടി ഡെൻസ്ലി തിങ്ങി നിറഞ്ഞ് താമസിക്കാനായിട്ട് തുടങ്ങിയ ഒരു കാലഘട്ടത്തിൽ. അതേപോലെ തന്നെ മെജോറിറ്റി ഉള്ള ആൾക്കാരും അവരുടെ ജീവിതമാർഗ്ഗം അല്ലെങ്കിൽ അവരുടെ ലൈവ്ലിഹുഡ് എന്ന് പറയുന്നത് കൃഷി അല്ലാത്ത മറ്റ് രീതിയിലുള്ള തൊഴിലിലൂടെ അവരുടെ ജീവിതമാർഗ്ഗം കണ്ടെത്തിയ രീതിയിൽ വരുന്നതായിരിക്കും എന്ത്,
അർബൻ ലൈഫ് എന്ന് പറയുന്നത്. അതായത് അവർ കൃഷി അരക്കത്തില ചെയ്യുന്നത്, അവിടെ ക്രാഫ്റ്റ് ചെയ്യും, ട്രേഡ് ചെയ്യും, അങ്ങനെ പല രീതിയിലുള്ള കൃഷി അല്ലാത്ത തൊഴിലുകൾ ചെയ്യും. അങ്ങനെ അതിലൂടെ ഒരു ജീവിതമാർഗം കണ്ടെത്തുമ്പോഴാണ് എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്, അർബൻ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ വൈഡായിട്ടുള്ള സ്ട്രീറ്റ്സ്, അതുപോലെ തന്നെ പബ്ലിക് ബിൽഡിങ്സ്, ബെറ്റർ ആയിട്ടുള്ള ഫെസിലിറ്റീസ്, ബിസി ലൈഫ്, എൻ്റർടൈൻമെൻറ്റ്, ഇതൊക്കെ അർബൻ ലൈഫിലുള്ള മെയിനായിട്ടുള്ള കാര്യങ്ങൾ. അതുകൂടെ അണ്ടർലൈൻ ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. വൈഡായിട്ടുള്ള സ്ട്രീറ്റുകൾ കാണും, നല്ല വലിയ വലിയ പബ്ലിക് ബിൽഡിംഗ്, എല്ലാവർക്കും കൂടെ ഒത്തൊരുമിച്ച് സംസാരിക്കാൻ പറ്റുന്ന പബ്ലിക് ബിൽഡിങ്ങുകൾ കാണും, നല്ല നല്ല ഫെസിലിറ്റീസ് കാണും, ബിസി ആയിട്ടുള്ള ജീവിതങ്ങൾ കാണും. ഇതൊക്കെയാണ് ഒരു അർബൻ ലൈഫിൽ നമുക്ക് മെയിനായിട്ട് കാണാൻ പറ്റുന്നത്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് നോട്ട് ചെയ്ത് നോക്കുക. അർബനൈസേഷൻ എപ്പോഴാണ് ബിഗിൻ ചെയ്തത്, അല്ലെങ്കിൽ അർബനൈസേഷൻ്റെ മെയിനായിട്ടുള്ള ഹാൾ മാർക്സ് എന്തൊക്കെയാണെന്നുള്ളത് ചിലപ്പം ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ബ്രോൺസ് എന്താണെന്ന് അറിയാമോ? ബ്രോൺസ് എന്ന് പറയുന്ന ഒരു അലോയാണ്. നമ്മൾ കോപ്പറും ടിന്നൂടെ മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു അലോയാണ് ബ്രോൺസ് എന്ന് പറയുന്നത്. കോപ്പറിനെക്കാട്ടിലും സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെറ്റലാണ് ബ്രോൺസ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണേ. ഇത്രയുമാണ് ബ്രോൺസ് ഏജിനെ പറ്റിയിട്ട് മെയിനായിട്ട് പറയുന്നത്. സോ നമ്മൾ അർബനൈസേഷനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ബ്രോൺസ് ഏജിലാണ് സ്റ്റാർട്ടിങ് എന്ന് നമ്മൾ പറഞ്ഞു. ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇത് ബിലോങ് ചെയ്യുന്നത് ബ്രോൺസ് ഏജിലാണ്. ഹാരപ്പൻ സിവിലൈസേഷനെ പറ്റിയിട്ട് നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ ഹാരപ്പൻ സിവിലൈസേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിരുന്നു അവർക്ക് എന്തൊക്കെ ഉണ്ടായിരുന്നു, ഗ്രേറ്റ് ബാത്ത് ഹൗസസ്, സ്ട്രീറ്റ്സ്, ഡ്രെയിനേജ് സിസ്റ്റം, ഇതെല്ലാം കാണിക്കുന്ന ഒരു അർബൻ ഏരിയ ആണ്. വില്ലേജ് ഏരിയസിൽ ഇതിനൊന്നും വലിയ രീതിയിലുള്ളൊരു പ്രസക്തി ഉണ്ടാവത്തില്ല. ഇതൊക്കെ കാണിക്കുന്ന ഒരു അർബൻ ഏരിയ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുന്നതും അർബനൈസേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് ബിലോങ് ചെയ്യുന്നത് ഏത് ഏജിലാണ്, ബ്രോൺസ് ഏജിലാണ് അത് ബിലോങ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ള സിറ്റീസ് ആയിട്ടുള്ള ഹരപ്പ, മോഹൻജോദാരോ, ലോതൽ, ഇതിനൊക്കെ വെൽ പ്ലാൻഡ് ആയിട്ടുള്ള പബ്ലിക് ബിൽഡിങ്സ് ഉണ്ടായിരുന്നു. ഗ്രേറ്റ് ബാത്ത് ഹൗസസ്, സ്ട്രീറ്റ്സ്, ഡ്രെയിനേജ് സിസ്റ്റം, ഗ്രാനറീസ്, അതുപോലെ തന്നെ വെറൈറ്റി ഓഫ് വേരിയസ് ടൈപ്സ് ഓഫ് ക്രാഫ്റ്റ്സ്, ട്രേഡ്, അതെല്ലാം അവിടെ ഉണ്ട്. ഇതെല്ലാം കാണിക്കുന്നത് എന്തിനാണ്, ഒരു അർബനൈസേഷനാണ് കാണിക്കുന്നത്. സോ നമുക്ക് പറയാൻ പറ്റും ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുന്ന ഒരു അർബനൈസേഷൻ, നഗരവൽക്കരണത്തിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടം എന്ന് പറയുന്നത് ഏത് കാലഘട്ടത്തിൽ പെടുന്നതാണ്, ബ്രോൺസ് ഏജിനകത്ത് വരുന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഹാരപ്പൻ സിവിലൈസേഷനെ ഫസ്റ്റ് അർബനൈസേഷൻ എന്ന് പറയുന്നത്. ഇന്ത്യൻ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ അർബനൈസേഷൻ, ഫസ്റ്റ് അർബനൈസേഷൻ എന്ന് പറയുന്ന ആദ്യത്തെ നഗരവൽക്കരണം എന്ന് ഹാരപ്പൻ സിവിലൈസേഷനെ വിളിക്കുന്നത്. അതുകൊണ്ടാണ് ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ഇങ്ങനെ ഒരു ചോദ്യം വരാം, എന്തുകൊണ്ടാണ് ഹാരപ്പൻ സിവിലൈസേഷനെ ഫസ്റ്റ് അർബനൈസേഷൻ എന്ന് വിളിക്കുന്നത് എന്നൊരു ചോദ്യം വരാം. ഏതിനെയാണ് അല്ലെങ്കിൽ ഏത് കാലഘട്ടത്തിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ഏത് സിവിലൈസേഷനെയാണ് നമ്മൾ ഫസ്റ്റ് അർബനൈസേഷൻ എന്ന് വിളിക്കുന്നത് എന്നും ഒരു ചോദ്യം വരും. സോ അതിനൊക്കെ പ്രിപ്പയർഡ് ആയിട്ട് ഈ ഒരു ആൻസർ നമുക്ക് അതിനകത്ത് എഴുതാം. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് നമ്മൾ പോകുന്നത് വേദിക് ഏജിലേക്കാണ്. വേദിക് ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കാലഘട്ടം കഴിഞ്ഞ് വരുമല്ലേ. അപ്പോൾ ഹാരപ്പൻ സിവിലൈസേഷൻ്റെ ബ്രോൺസ് ഏജിൻ്റെ കാലഘട്ടവും കഴിഞ്ഞു. അതിനുശേഷം ആര്യൻസ് ആണ് എങ്ങോട്ട് വരുന്നത്, നോർത്ത് വെസ്റ്റ് ഇന്ത്യൻ റീജിയണിലോട്ട്, അതായത് സപ്ത സിന്ധു റീജിയണിലോട്ട്. നോർത്ത് വെസ്റ്റ് മാപ്പിൽ അപ്പം മനസ്സിൽ കണ്ടോണം, നോർത്ത് വെസ്റ്റ് അതായത് ജമ്മു കാശ്മീർ, ഗുജറാത്ത്, ആ ഒരു ഭാഗമാണ് സപ്ത സിന്ധു റീജിയൺ എന്ന് പറയുന്നത്. ആ ഒരു റീജിയണിലോട്ട് ഹാരപ്പൻ സിവിലൈസേഷൻ്റെ ഡിക്ലൈന് ശേഷം ആര്യൻസ് അങ്ങോട്ട് വരുന്നു. ഈ ആര്യൻസിനെ സംബന്ധിച്ചിടത്തോളം അവരൊരു ലാംഗ്വേജ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഭാഷ എന്ന് പറയുന്നത് ഇൻഡോ യൂറോപ്യൻ ഫാമിലി ഓഫ് ലാംഗ്വേജസിനകത്ത് പെടുന്നതാണ്. അതായത് ഇൻഡോ യൂറോപ്യൻ ആൾക്കാർ സംസാരിച്ചുകൊണ്ടിരുന്ന കുറേ ഭാഷകളിൽ കുറച്ച് ഭാഷകളിനകത്ത് പെടുന്നതാണ് ഈ ആര്യൻസ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഭാഷ എന്ന് പറയുന്നത്. അപ്പം ഭാഷയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അവർ സംസാരിക്കുന്ന ഭാഷയെ നമുക്കൊരു തെളിവാക്കിക്കൊണ്ട് ആര്യൻസ് എന്ന് പറയുന്നത് സെൻട്രൽ ഏഷ്യയുടെ നേറ്റീവ്സ് ആണ്, സെൻട്രൽ ഏഷ്യയിലുള്ള ആൾക്കാരാണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാനായിട്ട് പറ്റും. സോ നമുക്ക് ഭാഷയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ, അതായത് ആര്യൻസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ പെടുന്ന ആൾക്കാർ സെൻട്രൽ ഏഷ്യയുടെ നേറ്റീവ്സ് ആണ്, സെൻട്രൽ ഏഷ്യയിൽ പെടുന്നവരാണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഭാഷയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. സോ വേദിക് ഏജിൽ നമ്മൾ ഇത്രേ പറഞ്ഞുള്ളൂ. ഹാരപ്പൻ സിവിലൈസേഷന് ശേഷം ആര്യൻസ് വന്നു. അവരുടെ ഭാഷയുടെ അടിസ്ഥാനത്തിൽ അവർ സെൻട്രൽ ഏഷ്യയുടെ ആൾക്കാരാണ്, അല്ലെങ്കിൽ സെൻട്രൽ ഏഷ്യയുടെ നേറ്റീവ്സ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് നമുക്ക് കൂടുതൽ മനസ്സിലായത് വേദങ്ങളിൽ നിന്നാണ്. പണ്ട് കാലത്ത് കുറേ വേദങ്ങളുണ്ടല്ലോ, ഋഗ്വേദം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ വേദങ്ങളുണ്ട്. ആ വേദങ്ങളിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടത്, ഈ രീതിയിലുള്ള ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടിയത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഈ ഒരു കാലഘട്ടത്തിനെ വേദിക് ഏജ് എന്ന് വിളിക്കുന്നത്. വേദിക് ഏജ് എന്ന് പറയുന്നത് 1500 BC തൊട്ട് 600 BC വരെയുള്ള കാലഘട്ടത്തിലായിരുന്നു വേദിക് ഏജ് എന്ന് പറയുന്നത്. അത്രയൊന്ന് നോട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിനകത്ത് വേദിക് ഏജ് എന്തുവാന്നൊരു ക്വസ്റ്റ്യൻ വരും. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. വേദിക് ഏജ് എന്തോന്നുള്ളത് നമ്മൾ പഠിച്ചു. ഇനി അടുത്തത് വേദിക് പീരീഡിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാൻ പറ്റും. ശ്രദ്ധിച്ചോണം, വേദിക് പീരീഡിനെ രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്നാമതായിട്ട് പറയുന്നതാണ് ഏർലി വേദിക് പീരീഡ്. ഏർലി വേദിക് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഋഗ്വേദം എന്ന് പറയുന്നൊരു വേദമുണ്ട്. ആ വേദം കമ്പോസ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള കാലഘട്ടം.
അല്ലെങ്കിൽ ആ ഒരു ദ പീരീഡ് വെൻ ഋഗ്വേദ വാസ് കമ്പോസ്ഡ്, അത് കമ്പോസ് ചെയ്ത ആ ഒരു കാലഘട്ടം ഉണ്ടല്ലോ, അതിന് മുന്നേയും അത് കമ്പോസ് ചെയ്ത ആ ഒരു കാലഘട്ടം, ആ കാലഘട്ടത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഏർലി വേദിക് പീരീഡ്. ദ പീരീഡ് വെൻ ഋഗ്വേദ വാസ് കമ്പോസ്ഡ് ആണ് ഏർലി വേദിക് പീരീഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് ലേറ്റർ വേദിക് പീരീഡ്. ആ പേരിനകത്ത് പറയുന്ന പോലെ തന്നെ ലേറ്ററാണ്, പിന്നീടുള്ള കാലഘട്ടമാണ്. അപ്പോഴേതൊക്കെയാണ് യജുർവേദവും സാമവേദവും അഥർവവേദവും കമ്പോസ് ചെയ്ത കാലഘട്ടത്തിന് നമ്മൾ പറയുന്ന പേരാണ് ലേറ്റർ വേദിക് പീരീഡ്. അപ്പോൾ ഋഗ്വേദം എന്ന് പറയുന്നത് കമ്പോസ് ചെയ്ത കാലഘട്ടത്തിന് ഏർലി വേദിക് പീരീഡ് എന്നും, അതിനുശേഷമുള്ള യജുർവേദം സാമവേദം അഥർവവേദം കമ്പോസ് ചെയ്ത കാലഘട്ടത്തിന് ലേറ്റർ വേദിക് പീരീഡ് എന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാനായിട്ട് സാധിക്കും. ഇത്രയാണ് വേദാസ് ID ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. 4 വേദങ്ങളാണ്: ഋഗ്വേദ, യജുർവേദ, സാമവേദ, അഥർവവേദ. ഏർലിയസ്റ്റ് ആയിട്ടുള്ള ആദ്യം എഴുതിയതാണ് ഋഗ്വേദം എന്ന് പറയുന്നത്. അത്രയൊന്നും മനസ്സിലാക്കി വെച്ചാൽ മതി വേദങ്ങളെ പറ്റിയിട്ട്. അപ്പോൾ ഇത്രയുമാണ് വേദിക് ഏജിനെ രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാൻ പറ്റുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കും. ഇനി ഏർലി വേദിക് പീരീഡിൻ്റെയും ലേറ്റർ വേദിക് പീരീഡിനെയും നമുക്ക് ഡിവൈഡ് ചെയ്ത് ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്ത സിന്ധു റീജൺ ആണെന്ന് പറയുന്നുണ്ട്. സപ്ത സിന്ധു റീജൺ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ആര്യൻസ് വന്ന ആ ഒരു സ്ഥലം, നോർത്ത് വെസ്റ്റ് എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, അത് സപ്ത സിന്ധു റീജണിലാണ്. മറ്റേത് ലേറ്റർ വേദിക് പീരീഡ് ആണെന്നുണ്ടെങ്കിലോ അങ്ങനെയല്ല, ഗാംഗറ്റിക് പ്ലെയിൻ വരെ. ഗാംഗറ്റിക് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഉത്തരാഖണ്ഡ്, നമ്മുടെ ഹിമാലയൻ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ഗാംഗറ്റിക് പ്ലെയിൻ വരെ, അതിൻ്റെ താഴെയൊക്കെ വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നതാണ് ലേറ്റർ വേദിക് പീരീഡ് എന്ന് പറയുന്നത്. ഏർലി വേദിക് പീരീഡിന് പാസ്റ്ററൽ എക്കണോമിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തതെങ്കിൽ ലേറ്റർ വേദിക് പീരീഡിൽ കൃഷിക്കാണ് അവരെന്ത് ചെയ്തത്, പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏർലി വേദിക് പീരീഡിലുള്ള ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ സെമി നൊമാഡ്സ, അതായത് ഫുൾ ടൈം അവരിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയല്ല, പകുതി മുക്കാല സമയങ്ങളിൽ അല്ലെങ്കിൽ പകുതി സമയം മാത്രം അവർ സഞ്ചരിക്കുന്നു, ബാക്കി സമയം ഒരു സ്ഥലത്ത് മാത്രം റെസ്റ്റ്. അല്ലാതെ ഫുൾ ടൈം ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന ആൾക്കാരല്ല സെമി നൊമാഡ്സ്. നൊമാഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സ്ഥലത്ത് മാത്രം ഇരിക്കാതെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നൊമാഡ്സ്. ഇവർ സെമി നൊമാഡ്സാണ്. ലേറ്റർ വേദിക് പീരീഡിലുള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റിൽഡ് ലൈഫ്, ഒരു സ്ഥലത്ത് മാത്രം അടങ്ങി ഒതുങ്ങി താമസിക്കുന്ന ആൾക്കാരാണ് ലേറ്റർ വേദിക് പീരീഡിൽ. ഏർലി വേദിക് പീരീഡിലുള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കമ്പാരിറ്റീവ്ലി ഹയർ സോഷ്യൽ സ്റ്റാറ്റസ് ആണ്. സ്ത്രീകൾക്ക് അവർ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, അവർക്ക് വളരെ ഉയർന്ന ഒരു സ്ഥാനം തന്നെയാണ് അവർ കൊടുക്കുന്നത്. മറ്റിടത്താണെന്നെങ്കിലോ സ്ത്രീകൾക്കുള്ള സോഷ്യൽ സ്റ്റാറ്റസ് വളരെ കുറഞ്ഞു വരുന്നൊരു കാലഘട്ടമായിട്ട് നമുക്ക് കാണാൻ പറ്റും, അവരുടെ സ്റ്റാറ്റസ് കുറയുന്നുണ്ട്. ഏർലി വേദിക് പീരീഡിൽ ഫോറസ്റ്റ് അവർ ക്ലിയർ ചെയ്ത് ബേൺ ചെയ്ത് കൾട്ടിവേഷൻ ഉപയോഗിക്കുമായിരുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ടോ എന്നറിയത്തില്ല, ഷിഫ്റ്റിംഗ് കൾട്ടിവേഷനൊക്കെ പറ്റി പഠിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. അതൊരു സ്ഥലം, ഒരു കാട്ടിലോട്ട് കയറി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, ആ കാട്ടിൽ അവർ അതെല്ലാം കൂടെ കാടെല്ലാം വെട്ടിത്തെളിച്ചിട്ട് അവിടുത്തെ മരം എല്ലാം കൂടെ വെട്ടിത്തെളിക്കും, അതെല്ലാം കൂടെ കൂട്ടിയിട്ട് അവർ കത്തിക്കും. ആ കത്തിക്കുന്ന ആ ഒരു ആശ, ആ ചാരം വെച്ചിട്ട് അവരെന്ത് ചെയ്യും, ആ ചാരത്തിനെ വളമാക്കിക്കൊണ്ട് അവരെന്ത് ചെയ്യും, കൃഷി ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. മറ്റവർ അങ്ങനെയൊന്നുമല്ല, അവർ അയൺ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ലേറ്റർ വേദിക് പീരീഡിൽ. അതുപോലെ തന്നെ ഏർലി വേദിക് പീരീഡിൽ സൊസൈറ്റിയിൽ ഇഷ്ടംപോലെ ട്രൈബ്സ് ഉണ്ടായിരുന്നു. ലേറ്റർ വേദിക് പീരീഡിൽ വർണ്ണ സിസ്റ്റം കുറച്ചുകൂടെ സ്ട്രോങ് ആയി. ഏതാ, ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എന്ന് പറഞ്ഞ വർണ്ണ സിസ്റ്റം ആയിരുന്നു ലേറ്റർ വേദിക് പീരീഡിൽ. ഏർലി വേദിക് പീരീഡിൽ ആ സമയത്ത് ഇഷ്ടംപോലെ യാഗങ്ങൾ, സാക്രിഫൈസസ് നടന്നിട്ടുണ്ടായിരുന്നു. അത് വളരെ സിമ്പിളാണ്, അത് ചെയ്യുന്നത് ഒരു കുടുംബത്തിലെ മുതിർന്ന തലവനായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ലേറ്റർ വേദിക് പീരീഡിൽ സാക്രിഫൈസസ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡും എക്സ്പെൻസീവാണ്, പൈസ ചിലവാണ്. യാഗാസ്, അവിടുത്തെ സാക്രിഫൈസസ് എന്ന് പറയുന്നത് കൂടുതലും എങ്ങനെയായിരുന്നു, ഒരു പർട്ടിക്കുലർ സെക്ഷൻസിലുള്ള ആൾക്കാരുടെ മാത്രം ഒരു കുത്തക അവകാശം പോലെ, അവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ, അവരുടെ മാത്രം പ്രിവിലേജ്. നേരത്തെ ഒരു കുടുംബത്തിലും മുതിർന്ന ഒരാൾക്ക് ചെയ്യാമെങ്കിൽ ഇവിടെ അങ്ങനെയല്ല, ഒരു പർട്ടിക്കുലർ സെക്ഷൻസ് ഓഫ് ആൾക്കാർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നൊരു പ്രിവിലേജ് ആയിരുന്നു യാഗങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ പറയുന്ന ലാസ്റ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ ഫോഴ്സസ് വെയർ വർഷിപ്ഡ്. അവരെന്ത് ചെയ്യുന്നു, പ്രകൃതിയെ ആരാധിക്കുമായിരുന്നു ഏർലി ആയിട്ടുള്ള കാലഘട്ടത്തിൽ. നമുക്ക് കേൾക്കുമ്പോഴേ അറിയാം, അല്ലെങ്കിൽ നമുക്കത് ബുദ്ധി വെച്ച് നമ്മളിങ്ങനെ ആലോചിക്കുമ്പോഴേ നമുക്കറിയാം, കാണാതിരുന്നത് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. അവർ സാധാരണ നേരത്തെ ആൾക്കാരല്ലേ, അപ്പോൾ അവരുടെ ഇരുന്ന് പ്രകൃതി ആരാധന ഉണ്ടായിരുന്നു. ഇപ്പോഴത്തേനകത്ത് നമ്മൾ പറയുകയാണെങ്കിൽ അവരെന്താണ്, ന്യൂ ഡൈറ്റീസ് കെയിം ടു ബി വർഷിപ്ഡ്. പുതിയ ഓരോ ദൈവങ്ങളെ അവർ കണ്ടുപിടിച്ച് ആരാധിച്ചു വന്നു. അതുമാത്രമല്ല അവർ ഇഷ്ടംപോലെ ക്രാഫ്റ്റുകൾ എന്ത് ചെയ്യുമായിരുന്നു, അവർ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇത്രയുമാണ് ബേസിക്കലി ഏർലി അതുപോലെ തന്നെ ലേറ്റർ വേദിക് പീരീഡിൻ്റെ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. സോ ഇത്രയാണ് നമ്മളുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് നമ്മൾ സ്റ്റോൺ ഏജ് പറഞ്ഞു, അതിൻ്റെ 3 ഡിവിഷൻസ് പറഞ്ഞു, അതെന്താണെന്ന് ഓരോന്നിനെ പറ്റി വിശദമായിട്ട് ഓരോന്നിനെ ഡിവൈഡ് ചെയ്ത് അതെന്തൊക്കെയാണ് അവിടുത്തെ സ്പെഷ്യാലിറ്റീസ് എന്താണെന്നുള്ളത് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ മെറ്റൽ ഏജ്, ബ്രോൺസ് ഏജും ചാൽക്കോലിത്തിക് ഏജും ഇപ്പോൾ വേദിക് പീരീഡിൻ്റെ 2 കാലഘട്ടത്തെ പറ്റിയിട്ടും നമ്മൾ പഠിച്ചു. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് പ്രാധാന്യമായിട്ടുള്ളത്. നിങ്ങൾക്ക് നോട്ടോ എന്തെങ്കിലും കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസ് ബാക്കി ചാപ്റ്റേഴ്സൊക്കെ നമ്മൾ പുറമേ ഇടുന്നതായിരിക്കും. അതുതന്നെ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് പറയാം. അതുതന്നെ ലൈക്ക് കൂടെ ചെയ്യണേ.
അടുത്തൊരു ചാപ്റ്ററിന് നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വരും. അതുവരേക്കും ബൈ ബൈ.